എല്ലാവർക്കും ട്രാവൽ വൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയിൽ ഒരുപാട് കിടിലൻ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിലും വ്യൂ പോയിന്റുകളുടെ രാജാവാരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് നമ്മുടെ സ്വന്തം ഇല്ലിക്കക്കല്ലാണ്. വാഗമണ്ണിന് പോകുന്ന വഴിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന കോട്ടയത്തിൻ്റെ ബ്യൂട്ടിയായ ഇല്ലിക്കക്കല്ലിലെ കുറച്ച് സുന്ദര കാഴ്ചകളും ട്രാവൽ ഇൻഫർമേഷനുമൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാഗമണ്ണ് പോകുന്ന വഴിയിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് തീക്കോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താൻ പറ്റും. അവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ കൂടെ പോയാൽ നമുക്ക് ഇല്ലിക്കക്കല്ലിൽ എത്താം. കോട്ടയത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ വഴിയൊക്കെ നല്ല രീതിയിൽ ടാർ ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്തു പോകാൻ വലിയ സീനൊന്നുമില്ല. പക്ഷേ എന്നാലും അവസാനം ഒരു 1-2 കിലോമീറ്റർ നല്ല കയറ്റമൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ കയറ്റമൊക്കെ കയറി എത്തുന്ന ഇല്ലിക്കക്കല്ലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ്. അത്രയ്ക്ക് വലുതൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഇവിടെയുണ്ട്. 2 വീലറിന് 13 രൂപയും 4 വീലറിന് 26 രൂപയുമാണ് ഇവിടുത്തെ പാർക്കിംഗ് ചാർജ്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിൽ സ്ഥലമില്ലെങ്കിൽ പോലും ഈ റോഡിനൊക്കെ അത്യാവശ്യം നല്ല വീതി ഉള്ളതുകൊണ്ട് റോഡിന്റെ സൈഡിലൊക്കെ വലിയ ഇഷ്യൂ ഇല്ലാതെ നമുക്ക് പാർക്ക് ചെയ്യാൻ കഴിയും. KSRTCയിലെ ഉല്ലാസയാത്ര പാക്കേജുകളൊക്കെ ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഈ ഗ്രൗണ്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അതുകൂടാതെ ഈ വരുന്ന വഴിയിലൊക്കെ ഇഷ്ടം പോലെ വീട്ടിലെ ഊണ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നാൽ പട്ടിണിയാവാതെ നമുക്ക് തിരിച്ചു പോകാൻ കഴിയും. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒരല്പം മുമ്പോട്ട് നടന്നാൽ നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ കാണാൻ കഴിയും. 20 രൂപയാണ് ഇവിടുത്തെ എൻട്രി ചാർജ്. ഇവിടെ നിന്നും 2 കിലോമീറ്ററിലധികം മുകളിലേക്ക് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 1.5 കിലോമീറ്ററിൽ നമുക്ക് ജീപ്പിന് പോകുന്നതാണ് ബെറ്റർ. 39 രൂപയാണ് ഇവിടുത്തെ ജീപ്പിൻ്റെ ചാർജ്. അങ്ങനെ എൻട്രി ഫീയും ജീപ്പ് ചാർജോട് കൂട്ടി ആളൊന്നിന് 59 രൂപ മുടക്കിയാൽ നമുക്ക് ഇല്ലിക്കക്കല്ല് വ്യൂ പോയിന്റിൻ്റെ ബോട്ടം പോയിന്റിൽ എത്താൻ കഴിയും. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ചങ്ങ് നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു ബാരിയറൊക്കെ ഉണ്ട്. ആ ബാരിയറൊക്കെ കടന്ന് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ 1-2 ജീപ്പുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. ടിക്കറ്റ് ഡ്രൈവറിനെ കാണിച്ചിട്ട് നമുക്ക് ജീപ്പിന് മുകളിലേക്ക് പോകാവുന്നതാണ്. ഇവിടുത്തെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത് സോളോ ആയിട്ട് വന്നാൽ 39 രൂപ മുടക്കിയാൽ നമുക്ക് ജീപ്പിന് മുകളിൽ എത്താൻ പറ്റും. ടു ആൻഡ് ഫ്രോ ചാർജ് ആയതുകൊണ്ട് തന്നെ 39 രൂപയ്ക്ക് ജീപ്പിൽ പോകുന്ന ഒരു നഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ ഒരുപാട് യാത്രക്കാർ 1.5 കിലോമീറ്റർ നടന്ന് മുകളിലേക്ക് പോകാറുമുണ്ട്. ബോട്ടം പോയിന്റിൽ എത്തിയിട്ട് കുറച്ച് കുത്ത് കയറ്റമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫാമിലിയുമായിട്ടൊക്കെ വരുന്നവർ ജീപ്പിന് പോകുന്നതാണ് നല്ലത്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ജീപ്പ് ഇല്ലിക്കക്കല്ലിൻ്റെ ബോട്ടം പോയിന്റിലെത്തും. ഇവിടെ അത്യാവശ്യം കുടിവെള്ളവും കരിക്കും ബ്രെഡ് ഓംലെറ്റും ചെറിയ സ്നാക്സും ഒക്കെ വാങ്ങാൻ കിട്ടും. കുടിവെള്ളം കയ്യിലില്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് നല്ലതാണ്. കാരണം കുത്ത് കയറ്റമാണ്. ദാഹിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വേറെ കടകളൊന്നും തന്നെ ഇല്ല. ഈ ബോട്ടം പോയിന്റിൽ നിന്ന് ചെറിയ നടപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ക്ഷീണമൊന്നും തോന്നുകയില്ല. കാരണം ചുറ്റിനും നല്ല ഗംഭീര കാഴ്ചകളും അതോടൊപ്പം തന്നെ നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ട്. രാവിലെ ഒരു 9 മണിക്ക് മുമ്പ് അതേപോലെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷമോ ഒക്കെ വന്നാൽ വലിയ വെയിലൊന്നുമില്ല, നമുക്കിവിടെ നടന്ന് കയറാൻ സാധിക്കും. എന്നാൽ ഇവിടെ 8 മണി മുതൽ 6 മണി വരെ മാത്രമേ പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ. രാവിലെ ഒരു 7 മണിക്കെങ്കിലും ഓപ്പണിംഗ് ടൈം വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പോകുന്ന വഴി കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കുറച്ച് സമയം ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോകാവുന്നതാണ്. കിട്ടിലം കാഴ്ചയാണ്. കുറച്ച് മഞ്ഞുകൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ വൈബ് വേറൊരു ലെവലിലെത്തിയേനെ. ചെറിയ മഴയൊക്കെ പെയ്ത് തോരുന്ന സമയങ്ങളിൽ ഇവിടെ മഞ്ഞ് കയറിയ ഒരു ഗംഭീര എക്സ്പീരിയൻസ് നൽകാറുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ വൈകുന്നേരം വന്നപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇവിടെ അപകട സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സുരക്ഷാ വേലികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടിലം മഞ്ഞൊക്കെ വന്നാലും വലിയ സീനൊന്നും ഇല്ലാതെ ഇവിടെ ആസ്വദിച്ച് അറമാദിക്കാൻ കഴിയും. ഇവിടെ നിന്ന് നോക്കിയാൽ ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു ദൂര കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കുത്തനെയുള്ള ഒരു കുന്നുകൂടി കയറി കഴിഞ്ഞാൽ മാത്രമേ ഇല്ലിക്കക്കല്ലിൻ്റെ മനോഹര കാഴ്ച നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലിക്കക്കല്ലിൻ്റെ ടോപ്പ് വ്യൂവിലെത്താൻ ഇതേപോലെ 2 വരി പാതയിലൂടെ മുകളിലേക്ക് നടക്കണം. ഇതത്ര വലിയ കഠിനമായ വഴിയൊന്നുമല്ല. എന്നാലും പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ ഇച്ചിരി പ്രയാസമായിരിക്കും. മറ്റുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുകളിലെത്താൻ കഴിയും. കുത്തു കയറ്റമാണ്. ഇവിടെ എത്തുമ്പോൾ കുടിവെള്ളം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഉപകാരപ്പെടും. ഈ വഴിയിൽ കൂടെ കുറച്ച് നടന്നു കഴിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ഒരു രക്ഷയില്ലാത്തതാണ്. എത്രത്തോളം കുത്തനെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ വന്നതെന്ന് അപ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് നടന്ന് കടന്ന് മുകളിലെത്താം. മുകളിലെത്തുമ്പോൾ കിട്ടുന്ന വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ നടപ്പിൻ്റെ കഷ്ടപ്പാടും ക്ഷീണവും ഒക്കെ ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറുന്ന അതിമനോഹര കാഴ്ചയാണ് ഇല്ലിക്കക്കല്ലിൻ്റെ കാഴ്ച. ഇല്ലിക്കൽ മലയും കുടകല്ലും കൂനുകല്ലും അടക്കം 3 പാറക്കൂട്ടങ്ങൾ ഉൾപ്പെടുന്ന ഇല്ലിക്കക്കല്ലിൻ്റെ ഭംഗിയും ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളും ഒക്കെ ആസ്വദിക്കാൻ ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ്. ഈ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ട്രെക്കിംഗ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഈ പാറക്കൂട്ടങ്ങളോട് ചേർന്നുള്ള കാട്ടുവഴികളിൽ നീലക്കൊടിവേലി ഉണ്ടെന്നൊക്കെയാണ് ഐതിഹ്യം. ചെടി തൊടുന്ന ഏതൊരാളും സമ്പന്നനാവുമെന്നൊക്കെയാണ് വെപ്പ്. സമ്പന്നനാകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഭാഗ്യം പരീക്ഷിക്കാനും ട്രെക്കിങ്ങിൻ്റെ ഫീൽ ആസ്വദിക്കാനും ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡിൽ നിന്ന് ട്രെക്കിങ്ങിന് പോകാവുന്നതാണ്. ഗൂഗിൾ മാപ്പിൽ ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡ് എന്ന് അടിച്ചു കൊടുത്താൽ നരകപ്പാലം ട്രെക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്താമെന്നാണ് നേരത്തെ പോയ ഒരു ചങ്ങാതി നമ്മളോട് പറഞ്ഞത്.
ഈ ടോപ്പ് വ്യൂവിൽ അവധി ദിവസമാണ് വരുന്നതെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പരമാവധി ഇട ദിവസങ്ങളിൽ വരികയാണെങ്കിൽ സ്വസ്ഥമായിട്ട് ആസ്വദിക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാം. വാഗമൺ യാത്രയ്ക്ക് പോകുന്ന ടൈമിലോ അല്ലെങ്കിൽ ഈ ടൂറിസ്റ്റ് സ്പോട്ടിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് സ്പോട്ടുകളായ മാർമല വാട്ടർഫാൾ, ഇലവീഴ പൂഞ്ചിറ ഒക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ലിക്കക്കല്ലിലെ കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പോലും ഈ കുന്നുകളുടെ കാഴ്ചയും പാറക്കെട്ടുകളുടെ ഭംഗിയും ആഴമേറിയ താഴ്വരയും ഒക്കെ ആസ്വദിക്കാൻ ഫാമിലിയുമായിട്ടൊക്കെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ഇല്ലിക്കക്കല്ല് ബെസ്റ്റ് ചോയ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇല്ലിക്കക്കല്ലിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.